ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞത് ജനുവരി 1 എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ 2-3 മാസമായിട്ട് ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് രാവിലെ ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ രാവിലെയാണ് ഞാൻ ജിമ്മിൽ പോകാറുള്ളത്. അപ്പോൾ രാവിലെ 9 മണിയാകുമ്പോഴേക്കിന് കുക്കിങ്ങും ക്ലീനിങ്ങും മോനെ പറഞ്ഞു വിടലും അങ്ങനെ എല്ലാ ജോലിയും തീർത്തിട്ടോ ഞാൻ പോവാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വെജിറ്റബിൾസൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കും കേട്ടോ. സിലിക്കോൺ ബാഗിൽ ഇങ്ങനെ 2-3 ദിവസത്തേക്കുള്ള ഫ്രീസ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരില്ല കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ തേങ്ങയൊന്നും ഒതുക്കിയിടും കേട്ടോ. തേങ്ങ ഞാൻ പൂളെടുത്തിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതാ ഫിഷ് ഇതാ ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചെമ്മീനാണ് കേട്ടോ. ഇതും ചെറിയൊരു ഓയിലിൽ ഒരു 2 ടീസ്പൂൺ ഓയിലിൽ വറുത്തെടുക്കും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചോറ് കുറച്ചാണ് കഴിക്കാറുള്ളത് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ വെയിറ്റ് കുറക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ഞാൻ ലൈഫ് സ്റ്റൈലായിട്ട് ഇനിയിപ്പോൾ ലൈഫിൽ നിർത്താതെ പറ്റുന്നിടത്തോളം കാലം വർക്കൗട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഞാൻ ഓൺലൈനിൽ വർക്കൗട്ട് ചെയ്തിരുന്ന ആളായിരുന്നു. പിന്നെ സിസ്റ്റിൻ്റെ പ്രശ്നമൊക്കെ വന്നതിൻ്റെ ശേഷമാണല്ലോ നിർത്തിയത്. നമുക്ക് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ 2-3 മാസമായിട്ട് ജിമ്മിൽ പോകുന്നതുകൊണ്ട് നല്ല ഒരു എന്താ പറയുക, ശരീരത്തിനൊക്കെ നല്ല ആശ്വാസവും ബാക്ക് പെയിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറി ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതാ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് തേങ്ങ ഒതുക്കിയെടുത്തിട്ട് ഞാൻ വെജിറ്റബിളിൽ ഇടുന്നുണ്ട് കേട്ടോ. ചെമ്മീനിൽ ഞാൻ ഒരുപാട് കറിവേപ്പിൻ്റെ ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കറിവേപ്പിൻ്റെലും ചേർത്ത് വറുത്തെടുത്ത ചെമ്മീൻ കേട്ടോ. ചെറുതായിട്ടുള്ള ഓയിൽ ചേർക്കുള്ളൂ. ഈ വെജിറ്റബിളിൽ ഞാൻ തീരെ ഓയിൽ ചേർക്കില്ല കേട്ടോ. കുറച്ച് ചോറും കൂടുതൽ വെജിറ്റബിളും പിന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് ഫിഷോ ചിക്കനോ മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അങ്ങനെയാണ് ഇപ്പം എൻ്റെ റൊട്ടീനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനൊരു ഏകദേശം 3 മാസം കൊണ്ട് ഒരു 8-9 കിലോ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിന് നല്ല സുഖമാണ്. അതേപോലെ തന്നെ ഒരുപാട് എനിക്ക് പിന്നെ ജിമ്മ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് സ്പേസ് മാത്രമല്ല കേട്ടോ. എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ജിമ്മ്. ഒരുപാട് നമ്മുടെ സെയിം വൈബിലുള്ള കുറേ ഫ്രണ്ട്സും ഒക്കെ കൂടായിട്ട് നല്ലൊരു പ്ലേസാണ്. അപ്പോൾ രാവിലെ 9 മണിയാകുമ്പോഴേക്കിന് 9 മണി വരെ ഒരു ഓട്ടപ്പാച്ചിലാണ്. എന്നാലും ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു കുറച്ച് സമയം ബിസി ആയിരുന്നാലും പിന്നെ ജോലികളൊക്കെ തീർത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏകദേശം ഒരു 12-1 മണിൻ്റെ ഇടയിൽ നിന്നാണ് ജിമ്മിൽ തിരിച്ച് വരിക ജിമ്മിൽ നിന്ന്. അപ്പോൾ എനിക്ക് പിന്നെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മക്കൾക്ക് ചോറ് കൊടുക്കുക, പിന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനൊക്കെ നല്ല ആശ്വാസത്തിൽ റെസ്റ്റ് എടുക്കാനൊക്കെ ടൈം കിട്ടും കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ മുന്നായിട്ട് ചെടികൾക്കൊക്കെ വെള്ളം വാരുകയാണ് കേട്ടോ. ഇത് എല്ലാ ദിവസവും ഉള്ള കാര്യമല്ല, അത് നനക്കാനായിട്ടുണ്ട്. അപ്പോൾ തുറക്കുന്നതിന് മുന്നായിട്ട് നനച്ച് പിന്നെ തുറക്കലും തീർത്തു ജിമ്മിൽ പോകാനായിട്ട് റെഡി ആയിട്ടാണ്. ഞാൻ ജിം ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മേലെ പരത്തിയിട്ടിട്ടാണ് ഞാൻ പോവുക, ഒരു ഓപ്പൺ പരത്തിട്ടിട്ട്. അതേപോലെ തന്നെ ബാഗിൽ ബോട്ടിൽ വെള്ളവും ടവലും ഒക്കെ ഉണ്ട് കേട്ടോ. 2 ബോട്ടിൽ വെള്ളം എടുക്കും. 2 ലിറ്റർ വെള്ളമായിട്ടാണ് ഞാൻ പോവുക. 1 ലിറ്റർ വെള്ളത്തിൽ ഞാൻ ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ ടാബ്ലറ്റ് ഇടും, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 ചിയാ സീഡും ഇടും കേട്ടോ. അങ്ങനെ എന്താ വെച്ചാൽ ഞാൻ ജിമ്മിലെത്തി. ഇനിയിപ്പോൾ 12:30 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടാവും കേട്ടോ. ചെയ്യുന്നത് പതുക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്ത് സാവകാശത്തിൽ മടങ്ങിപ്പോകും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ റൊട്ടീന്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ വരാൻ വൈകിയത് കേട്ടോ. ഇനിയിപ്പോൾ സത്യം പറഞ്ഞത് ജനുവരി 1 എടുത്ത വീഡിയോ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് കരുതി എടുത്തു വെച്ച വീഡിയോ ആണ്, പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. അസ്സലാമു അലൈക്കും, ബൈ.